ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആഷ് അനാലിസിസ് ആണ്, അല്ലെങ്കിൽ ആഷിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ അനാലിസിസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരണേ. അപ്പോൾ ഈ ആഷിങ് എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ അത്രയൊന്നും ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ല, അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. ഇവിടെ ഇത് ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ആഷിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഇനോർഗാനിക്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, മിനറൽസിൻ്റെ അനാലിസിസ് ആണ്. എത്രത്തോളം മിനറൽ കണ്ടൻറ്റ് നമ്മുടെ ഫുഡിനകത്തുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആഷിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡിനകത്തുള്ള എല്ലാ ഓർഗാനിക് മാറ്ററും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിഡൈസ് ചെയ്യുന്നു. എന്നിട്ട് അല്ലെങ്കിൽ നമുക്കതിനെ കമ്പസ്റ്റ് ചെയ്യുന്നു, കമ്പഷൻ എന്ന പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം അതിനകത്ത് ബാക്കിയാവുന്നുള്ള ആ റെസിഡ്യൂ, അതായത് ഇപ്പോൾ ഓർഗാനിക് മൊത്തം പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ആരുണ്ടാവുക, ഇൻഓർഗാനിക് അല്ലെങ്കിൽ മിനറൽസ് ആണ് ഉണ്ടാവുക. അതാണ് ആഷിങ് എന്ന മെത്തേഡിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളത്. ഇനി ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, അതായത് ഡ്രൈ ആഷിങ് ഉണ്ട്, അതുപോലെ തന്നെ വെറ്റ് ആഷിങ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പുള്ള ഡ്രൈ ആഷിങ് ഉണ്ട്, അതുപോലെ തന്നെ വെറ്റ് ആഷിങ്ങും ഏതിനകത്ത് വരുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ആഷിങ്ങിനകത്ത് ചെയ്യാം. അതായത് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റിനകത്ത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പറഞ്ഞില്ല, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ്, ഡ്രൈയും വെറ്റുമാണ്. ഈ ഡ്രൈ ആഷിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ ടെമ്പറേച്ചേഴ്സ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് ഒരു 500 to 600 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ചെയ്യുന്നുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന ഡ്രൈ ആഷിങ് ചെയ്യുന്നുള്ളത്. വെറ്റ് ആഷിങ് ആണെങ്കിൽ അതായത് നമ്മൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യാണ്ട് ലോവർ ടെമ്പറേച്ചേഴ്സ്, അതായത് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യാണ്ട് ലോവർ ടെമ്പറേച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് പലതരം സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ്, അതുപോലെ തന്നെ ഓക്സിഡൈസേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും, വെറ്റ് ആഷിങ് എന്ന് പറയും. അപ്പോൾ രണ്ടിനകത്തും നമ്മൾ മിനറൽ കണ്ടൻറ്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡ്രൈ ആഷിങ് ആകുമ്പോൾ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നു, വെറ്റ് ആകുമ്പോൾ ലോവർ ടെമ്പറേച്ചേഴ്സും അതുപോലെ തന്നെ സ്ട്രോങ് ആസിഡ്സും ഓക്സിഡൈസേഴ്സും ഒക്കെ വെച്ചിട്ടാണ് മിനറൽ കണ്ടൻറ്റ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. പിന്നെ രണ്ട് കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മൈക്രോവേവ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഡ്രൈ ആഷിങ് ആയാലും വെറ്റ് ആഷിങ് ആയാലും നമുക്ക് രണ്ട് കേസിലും ഏത് യൂസ് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോവേവ് സിസ്റ്റം നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ചില ഇത്രയും ആഷിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ മനസ്സിലായല്ലോ. പിന്നെ നമുക്കറിയാം ചില പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ സിറിയൽസ്, ഗ്രെയിൻസ്, അവർക്കൊക്കെ എന്തില്ല, അവരിലൊന്നും അത്ര അധികം എന്തില്ല, നമ്മുടെ ഗ്രെയിന്, സെറിയൽസ് അതുപോലുള്ളവർക്കൊക്കെ മോയ്സ്ചർ കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ അവർക്കൊന്നും ഈ ഇതുപോലുള്ള ഡ്രൈ സാമ്പിൾസിനൊന്നും എന്താവശ്യമില്ല, സാമ്പിൾ പ്രിപ്പറേഷൻ വലിയ ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷേ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിലൊക്കെ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, നമ്മൾ പ്രയറായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം വേണം നമ്മളതിനെ യൂസ് ചെയ്യാൻ. അപ്പോൾ എന്താ ആഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആഷിങ് പ്രോസസ്സ് അണ്ടർഗോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രെയിൻസ്, സെറിയൽസിനൊന്നും എന്താവശ്യമില്ല, പ്രിപ്പറേഷൻ, അതായത് പ്രീ അനാലിസിസിന് വേണ്ടിയിട്ട് ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, അനാലിസിസിന് മുന്നേ ആയിട്ട്. പക്ഷേ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും കേസിലൊക്കെ അവിടെ എന്താണ്, മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രിപ്പറേഷൻ ആവശ്യമാണ്, പ്രീ ആയിട്ട് നമ്മൾ ഡ്രൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മീറ്റൊക്കെ ഇല്ലേ, ഫിഷ്, മീറ്റ് അതുപോലുള്ള എന്താണ് ഫാറ്റ് റിച്ച് പ്രൊഡക്ട്സ്, ഫിഷല്ല മീറ്റ് കേട്ടോ, ഫാറ്റ് റിച്ച് പ്രൊഡക്ട്സ് ആയിട്ടുള്ള മീറ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, പ്രിപ്പറേഷൻ ആവശ്യമാണ്. എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, സാമ്പിളിനെ ഒന്ന് നമ്മൾ ഈ ആഷിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചില പ്രിപ്പറേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മീറ്റിൻ്റെ കേസിൽ ഫാറ്റാണ് റിച്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫാറ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ഷൻ ഓഫ് ഫാറ്റും അതുപോലെ തന്നെ ഡ്രൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ ആഷിങ്ങിന് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആഷിങ്ങിനകത്ത് നമ്മൾ മിനറൽസാണ് കണ്ടുപിടിക്കുന്നത്. ആ മിനറൽസിൻ്റെ നമ്മൾ വെയ്റ്റിൻ്റെ ബേസിസിലാണ്, അതായത് എത്രത്തോളം ഗ്രാം മിനറൽ അടങ്ങിയിട്ടുണ്ട്, അങ്ങനെയാണ് നമ്മളതിനെ മെഷർ ചെയ്യുക കേട്ടോ. ആ യൂണിറ്റിലാണ് നമ്മളതിനെ മെഷർ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ കിലോമീറ്റർ എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ആഷ് കണ്ടൻറ്റ് നമ്മൾ ഗ്രാമിൽ അല്ലെങ്കിൽ മില്ലിഗ്രാമിലൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ളത് പ്രീ ട്രീറ്റ്മെൻറ്റ്, ആ വേർഡിന് വേണ്ടിയാണ് ഞാൻ കളിച്ചത്. അപ്പോൾ പ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രെയിൻസ് അതുപോലെ ഡ്രൈ ആയിട്ടുള്ളതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിനൊക്കെ നമ്മൾ ഡ്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ഫാറ്റ് റിച്ച് പ്രൊഡക്ട്സ് ആയിട്ടുള്ള മീറ്റ്, അതിനൊക്കെ നമ്മൾ ഡ്രൈ ചെയ്യും വേണം, അതുപോലെ തന്നെ ഫാറ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യും വേണം. പിന്നെ നമ്മൾ ഡ്രൈ ആഷിങ്ങിലോട്ട് പോകണം. ഡ്രൈ ആഷിങ് പറഞ്ഞല്ലോ, ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഡ്രൈ ആഷിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മഫിൾ ഫർണേസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരം ഹൈ ടെമ്പറേച്ചർ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. മഫിൾ ഫർണേസ് അപ്പോൾ ഒരു 500 to 600 അല്ലേ നമ്മൾ ടെമ്പറേച്ചറിന്, അത്രയും ടെമ്പറേച്ചറിൽ നമ്മളതിനെ
കൊണ്ടുവരും. അങ്ങനെ ആ ടെമ്പറേച്ചറിനകത്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫുഡിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് വോളറ്റൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താവും, വേപ്പേഴ്സായിട്ട് മാറും, വേപ്പറൈസ്ഡ് ഫോമായിട്ട് മാറും. പിന്നെ ഓർഗാനിക് സബ്സ്റ്റൻസസ്, എന്തെങ്കിലും തരത്തിലുള്ള ഓർഗാനിക് സബ്സ്റ്റൻസസ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ ആയിട്ട് മാറും. ബാക്കി അവിടെ ആരേ ഉണ്ടാവുള്ളൂ, ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് മാത്രമേ അവിടെ ബാക്കി വരുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞാൽ, വാട്ടറും വോളറ്റൈൽ സബ്സ്റ്റൻസസൊക്കെ വാപ്പറൈസ് ചെയ്ത് പോവും. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഓർഗാനിക് സബ്സ്റ്റൻസസൊക്കെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡ്സൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോവും. അങ്ങനെ ഓർഗാനിക് സബ്സ്റ്റൻസിനെ നമ്മൾ റിമൂവ് ചെയ്ത് പോവും. ബാക്കി ഉണ്ടാവുക ആരായിരിക്കും, മിനറൽസ് ആയിരിക്കും. ആ മിനറൽസ് ഓക്സൈഡ്സും അതുപോലെ തന്നെ സൾഫേറ്റ്സും ഫോസ്ഫേറ്റ്സും ക്ലോറൈഡ്സ്, സിലിക്കേറ്റ്സ് ആ ഫോമിലൊക്കെ ആയിരിക്കും പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡ്രൈ ആഷിങ്ങിൻ്റെ കേസിൽ എന്താ പറഞ്ഞാൽ, നമ്മൾ മഫിൾ ഫർണസ് 500 to 600 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്യും. ആ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടറും വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ വേപ്പറൈസ് ചെയ്ത് പോകും. പിന്നെ ബാക്കിയാവുക ആരാണ്, ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ആയിരിക്കും. ഓർഗാനിക് സബ്സ്റ്റൻസ് ഓക്സൈഡ്സ് ഒക്കെ ആയിട്ട് പോകും. പിന്നെ നമ്മുടെ ചില കോമ്പൗണ്ട്സ്, അതായത് നമ്മുടെ അയൺ, സെലീനിയം, ലെഡ്, മെർക്കുറി, ഇവരൊക്കെ എന്താണ്, ഇവർ പാർഷ്യലി വോളറ്റൈസ് ചെയ്ത് പോകും കേട്ടോ. പാർഷ്യലി മാത്രമേ ഇവർ വോളറ്റൈലൈസ് ചെയ്ത് പോവുള്ളൂ, കംപ്ലീറ്റ്ലി വോളറ്റൈലൈസ് ആവില്ല. അതുകൊണ്ട് നമ്മുടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ മറ്റ് മെത്തേഡ്സാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. ആഷിങ്ങിന് വേണ്ടി നമ്മൾ മറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യണം. മീൻസ് വെറ്റ് ആഷിംഗ് ഒക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഇനി പറയാനുള്ളത് ഡ്രൈ ആഷിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, സേഫാണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അത് ഫർണസിൽ വെച്ച് അതിനെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സേഫാണ്. പിന്നെ എന്താണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, അല്ലെ, വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തൊരു കാര്യം കൂടിയാണ്. പിന്നെ ലെസ് സാമ്പിളാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. സാമ്പിളിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ ഒരു ആസിഡ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, ഒരു റിയേജൻറ്റും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെന്താണ് പറയാനുള്ളത്, സാമ്പിൾ റിക്കവറി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇവിടെ നമുക്ക് സാമ്പിൾ ലോസ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെന്താണ്, ഇത്രയും കാര്യങ്ങൾക്ക് കൊണ്ട് നമുക്ക് എന്താ പറയാം, ഈ മെത്തേഡ് എന്ന് പറയുന്നത് നല്ലൊരു മെത്തേഡാണ് നമുക്ക് പറയാം. പക്ഷേ ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒന്നാണ് ടൈം എന്ന് പറയുമ്പോൾ നമുക്കൊരു 12 to 18 hours എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് എന്ന് പറയാം. അത്രത്തോളം എന്താണ് ടൈം എടുക്കുന്നുള്ള ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ഇത് ഡ്രൈ ആഷിങ് എന്ന് പറയുന്നത്. പിന്നെ ചില വോളറ്റൈൽ സബ്സ്റ്റൻസസിൻ്റെ ലോസ് ഉണ്ടാവാറുണ്ട്, ചിലതിൻ്റെ മാത്രം ലോസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പിന്നെ നിക്കൽ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ കുറച്ച് ഈ സാധനങ്ങളൊക്കെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പാർഷ്യലി മാത്രമേ അവർ വോളറ്റൈലൈസ് ചെയ്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അതാണ് ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഈ ആഷ് കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈ ബേസിസിൻ്റെ കേസിൽ, പെർസെൻറ്റേജ് ഓഫ് ആഷ് ഇൻ ഡ്രൈ ബേസിസ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വെയിറ്റ് ആഫ്റ്റർ ആഷിങ് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് മൈനസ് ടയറിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു വെയിങ് മെഷീനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ആദ്യം 100 കണ്ടാൽ നമ്മളതിനെ 0 ആക്കിയിട്ടല്ലേ ബാലൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ഇതില്ലേ, ആദ്യം നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് 100, അതിനാണ് ടയറിങ് എന്ന് പറയുക. അപ്പോൾ വെയിറ്റ് ആഫ്റ്റർ ആഷിങ് കഴിഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ ഈ ഫർണസിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് മൈനസ് ടയറിങ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വെയിറ്റ് എത്രയാണോ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് സോളിഡ് ഇൻറ്റു 100. ഓക്കെ, ഇതാണ് എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു, വെയിറ്റ് ആഫ്റ്റർ ആഷിങ് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് ഡിവൈഡഡ് ബൈ മൈനസ് ടയറിങ്ങിൻ്റെ സമയത്ത് എത്രയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്, പിന്നെ ഒറിജിനൽ വെയിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് സോളിഡ്സ് ഇൻറ്റു 100. ഇതാണ് ഏതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ഡ്രൈ ആഷിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്നുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ ആഷിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് വെറ്റ് ആഷിങ്. അതിൻ്റെ കേസിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡ്രൈ ആഷിങ് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചേഴ്സ് യൂസ് ചെയ്യുന്നില്ല, പകരം എന്താണ് ലോ ടെമ്പറേച്ചേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ പലതരം സൾഫ്യൂരിക് ആസിഡ് പോലുള്ള സ്ട്രോങ് ആസിഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ ഓക്സിഡൈസേഴ്സ് വെച്ചിട്ടാണ് ഇതിനകത്തുള്ള മിനറൽ കണ്ടൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളതിനെ നമ്മൾ എന്ത് പറയും, വെറ്റ് ആഷിങ് ടെക്നിക്സ് എന്ന് പറയും. അപ്പോൾ ഡ്രൈ ആഷിങ്, വെറ്റ് ആഷിങ്. അപ്പോൾ നമ്മൾ വെറ്റ് ആഷിങ്ങിലോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ ആസിഡ്സ് എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യാം, സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നൈട്രിക് ആസിഡ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരാളാണ് പെർക്ലോറിക് ആസിഡ്.
പെർക്ലോറിക് ആസിഡ്. ഇത്രയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള ആസിഡാണ്. ഈ പെർക്ലോറിക് ആസിഡ് ആകുമ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഹുഡിൽ വേണം അതിന് യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പെറോക്സൈഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ പെർക്ലോറിക് ആസിഡ് വെച്ച് കളിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്ക് നോക്കേണ്ടതായിട്ട് വരാറുണ്ട്. പിന്നെ ഈ വെറ്റ് ആഷിങ്ങിന് നമ്മൾ ചില സമയത്ത് വെറ്റ് ഓക്സിഡേഷൻ എന്നും അല്ലെങ്കിൽ വെറ്റ് ഡൈജഷൻ എന്നും അറിയപ്പെടാറുണ്ട്. വെറ്റ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ വെറ്റ് ഡൈജഷൻ എന്ന് കൂടി വിളിക്കുന്നുള്ള ഒരു സാധനമാണ് ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഈ വെറ്റ് ആഷിങ് എന്ന് പറയുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ ചില ലബോറട്ടറീസിനകത്ത് കോമൺ ആയിട്ട് വെറ്റ് ആഷിംഗ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതായത് നമ്മുടെ അയൺ, അതുപോലെ തന്നെ കോപ്പർ, സിങ്ക്, ഫോസ്ഫറസ് ഇതുപോലുള്ള കോമ്പൗണ്ട്സിനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് ആഷിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ലോസ് ആണ് നടക്കുന്നത്. ലോസ് എപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വെറ്റ് ആഷിംഗ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഡ്രൈ ആഷിങ്ങിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ വെറ്റ് ആഷിങ് പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോസ് എപ്പോഴും കുറവാണ്. അഡ്വാൻറ്റേജ് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ മിനറൽസിനകത്ത് ലോസ് കുറവാണ്, ലോവർ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. പിന്നെ ടൈമും കുറവാണ്. നേരത്തെ നമ്മൾ 12 to 18 hours എന്നൊക്കെ പറഞ്ഞില്ലേ, ഇവിടെ അത്രത്തോളം ടൈമൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല, സേഫാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഡിസഡ്വാൻറ്റേജസും എന്തായാലും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പറയണല്ലോ. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അറ്റൻഷൻ, അതായത് നമ്മളതിപ്പോൾ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ അല്ലേ, അവിടെ ഓപ്പറേറ്റർ അറ്റൻഷൻ അവിടെ കൊടുത്തിരിക്കണം. മറ്റേതാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അധികം നമ്മളതിന് അറ്റൻഷൻ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ കേസിൽ അറ്റൻഷൻ കൂടുതലാണ്. പിന്നെ ഇവിടെ നമ്മൾ ഒരുപാട് റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോൾ കൊറോസീവ് ആയിട്ടുള്ള റിയേജൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ സ്മോൾ നമ്പർ ഓഫ് സാമ്പിൾസ് മാത്രമേ അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ പെർക്ലോറിക് ആസിഡ് ആകുമ്പോൾ അതിനകത്ത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് നോക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജ്. പിന്നെ ചില സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ H2SO4 അതുപോലുള്ള ആസിഡ്സ് യൂസ് ചെയ്യും. പക്ഷേ ഒരു സിംഗിൾ ആസിഡായിട്ട് മാത്രം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ മിക്സ്ചറായിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ സേഫാണ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ലെസ് ടൈമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളത്, വോൾട്ടൈലിൽ ലോസ് കുറവാണ്. ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുള്ളത്. ഡിസഡ്വാൻറ്റേജിൻ്റെ കേസിൽ നമ്മുടെ ഓപ്പറേറ്റർ അറ്റൻഷൻ കൂടുതലായിട്ട് അതിന് കൊടുക്കണം. റിയേജൻസ്, അതായത് നമ്മുടെ റിയാക്റ്റീവ് ആയിട്ടുള്ള കൊറോസീവ് ആയിട്ടുള്ള റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്മോൾ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്, ആ കാര്യം പറഞ്ഞു. പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ മിക്സ്ചർ ഓഫ് ആസിഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ പെർക്ലോറിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നുണ്ട്. അതാണ് അതിൻ്റെ കാര്യം പറഞ്ഞത്, ഡിസഡ്വാൻറ്റേജ്. ഇനി ഇമ്പോർട്ടൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ആഷ് കണ്ടൻറ്റ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നമുക്കറിയാം. നമ്മുടെ ഫുഡിനകത്തുള്ള മിനറൽ കണ്ടൻറ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ ആഷിങ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം മിനറൽ ഉണ്ട് അത് വെച്ച് നമുക്ക് പറയാം ഇത് ന്യൂട്രീഷണൽ ഫുഡാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ നമ്മൾ പറയാറില്ലേ അയൺ റിച്ച് ഫുഡ്, അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡാണെന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ആഷിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ഫുഡ്സ് എലമെൻ്റൽ അനാലിസിസ്, നമ്മുടെ ഫുഡിനകത്ത് എന്തൊക്കെ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കൂലേ, എലമെൻ്റൽ അനാലിസിസ് ചെയ്യുമ്പോഴൊക്കെ അതിനകത്ത് വരുന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഈ ആഷിങ് എന്ന് പറയുന്നത്. പിന്നെ ചില കോമ്പൗണ്ട്സ്, ചില സാധനങ്ങൾ നമ്മൾ ഒരുപാട് നമ്മളെ ഫുഡിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ടോക്സിക് ആയിട്ട് വരാറുണ്ട്. ചില മിനറൽസ് നമുക്ക് ചെറിയ എമൗണ്ടിൽ, ട്രേസ് എമൗണ്ടിൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ ഹൈലി പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയണം, അതിൻ്റെ ഓരോന്നിൻ്റെയും കോമ്പോസിഷൻ നമുക്ക് കിട്ടിയാൽ അത് നല്ലതാണ്. അപ്പോൾ അതിനും ആഷിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മുടെ റൈസ് ആർസനിക് നല്ലോണമുള്ള സോയിലിൽ റൈസിനെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൈസിനകത്ത് എന്തുണ്ടാവും, ആർസനിക് കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആഷിങ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ചില ലിപ്പിഡ് റിച്ച് ഫുഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഫാറ്റ് റിച്ച് ഫുഡ്, അതിനകത്തൊക്കെ ട്രാൻസിഷണൽ മെറ്റൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഏത് മെറ്റലാണ്, ട്രാൻസിഷണൽ മെറ്റൽ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ റാൻസിഡിറ്റി അല്ല അത് പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആയി പോവും, റാൻസിഡിറ്റി പെട്ടെന്ന് നടക്കും ഏതിൻ്റെ, ലിപ്പിഡ് റിച്ച് ഫുഡിൻ്റെ. അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പിന്നെ സാമ്പിൾ പ്രിപ്പറേഷൻ, അപ്പോൾ അത്രയൊക്കെയാണല്ലോ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞു മിനറൽ കണ്ടൻറ്റ് എത്രത്തോളം ഓരോ മിനറലും പ്രസൻ്റ് ആയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ന്യൂട്രീഷണൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എലമെൻ്റൽ അനാലിസിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. പിന്നെ ചില കോമ്പൗണ്ട്സ്, ചില മിനറൽസ് നമുക്ക് ടോക്സിക് ആണ്, അതായത്
ഇത്രയും മാത്രമേ ഡെയിലി RDA അല്ലെ അത്ര മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ അളവിൽ നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ അതറിയണമെങ്കിൽ ഇതിൻ്റെ അനാലിസിസ് ചെയ്യണം, ആ കോമ്പോസിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ആർസനിക് റിച്ച് ആയിട്ടുള്ള സോയിലാണ് നമ്മൾ റൈസ് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ റൈസിനകത്ത് ആർസനിക് അടങ്ങിയിട്ടുണ്ടാവും, അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതാവശ്യമാണ്. പിന്നെ ലിപ്പിഡ് റിച്ച് ഫുഡിനകത്ത് പെട്ടെന്ന് എന്ത് നടക്കും, ട്രാൻസിഷണൽ മെറ്റൽസ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റാൻസിഡ് ആവും, പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മുടെ സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് സാമ്പിൾ മാത്രമേ ഇവിടെ വേണ്ടൂ. 2 to 10 ഗ്രാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ് പുതിയ ഇൻസ്ട്രുമെൻസിനകത്തൊക്കെ mg മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 250 mg അല്ലെങ്കിൽ 2 to 10 ഗ്രാം ഒക്കെയാണ് നമുക്ക് സാമ്പിൾ ഇവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളത്. ഹോമോജീനിയസ് ആയിട്ടുള്ള സാമ്പിൾ ആയിരിക്കണം കേട്ടോ. ഹോമോജീനിയസ് ആയിട്ടുള്ള സാമ്പിൾസാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ഗ്ലാസ് വെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഗ്ലാസ് വെയർ നമ്മൾ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഗ്ലാസ് വെയർ, അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യുന്നുള്ള എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കണ്ടാമിനേഷൻ ഇല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, കണ്ടാമിനേഷൻ വരാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ റിപ്പീറ്റായിട്ട് ഒരു ഗ്ലാസ് വെയർ യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വാഷ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഏത് വാട്ടർ വെച്ചിട്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ഡിഅയണൈസ്ഡ് വാട്ടർ വെച്ചിട്ട്, ഡിസ്റ്റിൽഡ് ഡിഅയണൈസ്ഡ് വാട്ടർ വെച്ചിട്ട് നമ്മൾ ഈ ഓരോ സാധനത്തിനെയും എന്ത് ചെയ്യണം, റിൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കണ്ടാമിനേഷൻ വരാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ് വേസ്റ്റിൽ നിന്നൊക്കെ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫാൾസ് റിസൾട്ട് അല്ലേ തരിക. അതിപ്പോൾ ഏത് കേസിലായാലും, ഇപ്പോൾ നമ്മൾ ഏത് കേസിലാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടാമിനേഷൻ ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെയും ആ കണ്ടാമിനേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ ചില ഫുഡിനകത്തുള്ള ആഷിങ് ചെയ്ത് കിട്ടുന്നുള്ള നമ്മുടെ റിസൾട്ട് നോക്കാം. അതായത് നമ്മുടെ സെറിയൽസ്, അതായത് ബ്രെഡ്, റൈസ്, അങ്ങനെയുള്ള ഗ്രെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ 1.5% ആണ് ഇത് പെർസെൻറ്റേജ് ഓഫ് ആഷ് ഉള്ളത്. മീൻസ് ടോട്ടൽ മിനറൽ കണ്ടൻറ്റ് വരുന്നുള്ളത്. ഇതിൻ്റെയൊക്കെ കേസിൽ, സെറിയൽസിൻ്റെ കേസിൽ 1.5 ആണ് വരുന്നുള്ളത്. പിന്നെ വീറ്റ് ഫ്ലോർ കേട്ടോ, വീറ്റ് ഫ്ലോറിൻ്റെ കേസിൽ 1.6% വരുന്നുണ്ട്, 1.6% വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡയറി പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ മിൽക്ക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് 0.7% ആണ് വരുന്നുള്ളത്, 0.7%. ബട്ടർ ആണെങ്കിലോ, ബട്ടറിനകത്ത് 2.1% ആണ്. ആഷിങ് ചെയ്ത് ആഷിൻ്റെ പെർസെൻറ്റേജ് ആണ് കേട്ടോ, പെർസെൻറ്റേജ് ഓഫ് ആഷാണ് പറയുന്നത്. ബട്ടറിനകത്ത് 2.1% വരുന്നുണ്ട്, 2.1%. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിൻ്റെ ഒക്കെ കേസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ പൊട്ടറ്റോസ് ഒക്കെ ഉണ്ടല്ലോ, പൊട്ടറ്റോസിൻ്റെ പൊട്ടറ്റോസിലൊക്കെ 1.6% വരുന്നുണ്ട്. പിന്നെ ആപ്പിൾ, അതുപോലെ തന്നെ ബനാനയിലൊക്കെ ലെസ് ദാൻ 1% ആണ് കേട്ടോ, അതായത് 0.2, 0.8 ഒക്കെയാണ് വരുന്നുള്ളത്. പിന്നെ നമ്മുടെ ഫിഷിൻ്റെ ഒക്കെ കേസിൽ 2.5% എന്താണ്, മിനറൽസ് ആണ്, 2.4% എന്താണ്, മിനറൽസ് ആണ്. ബീഫിൻ്റെ കേസിൽ 1.1% ആണ് ബീഫിൻ്റെ കേസിൽ മിനറൽസ് വരുന്നുള്ളത്, ബീഫിൻ്റെ കേസിൽ. പിന്നെ എഗ്ഗിൻ്റെ ഒക്കെ കേസിൽ 0.9% ആണ്. എഗ്ഗ് 0.9, ബീഫ് 1.1, ഫിഷ് 2.5%, ചിക്കൻ 1% ആണ് കേട്ടോ, ചിക്കൻ്റെ കേസിൽ 1% ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൻ്റെ കേസിൽ, ആഷ് കണ്ടൻറ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ആൾക്കാരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ടേബിൾ നമ്മൾ എടുത്ത് പഠിക്കരുത്. FSSAIൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ടേബിൾ ഉണ്ടാവും, അത് മാത്രം എടുത്ത് നമ്മൾ പഠിക്കുക. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏതാണോ അത് മാത്രം എടുത്ത് പഠിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ റോങ് വാല്യൂസ് പഠിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ടെലിഗ്രാമിനകത്ത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ റിവിഷൻ്റെ ടൈമിൽ നമ്മൾ ഇട്ട് തരാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രീ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞു. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡ്രൈയിങ് പോലുള്ള പ്രീ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ അനാലിസിസിൽ പഠിച്ചില്ലേ, അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രധാനമായിട്ടും ഈ ഡ്രൈയിങ് പോലുള്ള പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ സാമ്പിൾ തന്നെ നമ്മൾ ചിലപ്പോൾ പ്രോട്ടീൻ എസ്റ്റിമേഷനും അല്ലെങ്കിൽ വേറെങ്കിലും ലിപ്പിഡ് എസ്റ്റിമേഷനും അല്ലെങ്കിൽ ഫൈബർ എസ്റ്റിമേഷനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ്, ഹൈ ടെമ്പറേച്ചറിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പ്രോട്ടീനൊക്കെ ഡീനേച്ചർ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്, നമ്മുടെ ആഷിങ്ങിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ആഷിങ്ങിൽ തന്നെ നമ്മൾ പലതരം മറ്റ് ആഷ് ഉണ്ട്. അതായത് നമ്മളെന്താ പറയുക, സൊല്യൂബിൾ ആൻഡ് ഇൻസൊല്യൂബിൾ ആഷ് ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഈ ആഷിങ് ചെയ്യുന്ന സമയത്ത് സൊല്യൂബിൾ ആൻഡ്
ഇൻസൊല്യൂബിൾ ആഷ് എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെല്ലീസൊക്കെ ഇല്ലേ, ജെല്ലിയൊക്കെ കണ്ടിട്ടില്ലേ, ആ ജെല്ലീനകത്തൊക്കെ എത്രത്തോളം ഫ്രൂട്ട് കണ്ടൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂബിൾ ആൻഡ് ഇൻസൊല്യൂബിൾ ആഷ്. ജെല്ലീസിനകത്തൊക്കെ എത്രത്തോളം ഫ്രൂട്ട് പെർസെൻറ്റേജ് അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂബിൾ ആൻഡ് ഇൻസൊല്യൂബിൾ ആഷ് കണ്ടുപിടിക്കുന്നുള്ളത്. പിന്നെ ആഷ് ഇൻസൊല്യൂബിൾ ഇൻ ആസിഡ്, ആഷ് ഇൻസൊല്യൂബിൾ ഇൻ ആസിഡ് അങ്ങനെ ഒരു സാധനമുണ്ട്. ആഷ് ഇൻസൊല്യൂബിൾ ഇൻ ആസിഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ നമ്മുടെ റൈസ്, അതുപോലെ തന്നെ പലതരം ഗ്രെയിൻസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സർഫസ് കണ്ടാമിനേഷൻ്റെ മെഷറാണത്. ആഷ് ഇൻസൊല്യൂബിൾ ഇൻ ആസിഡ് എന്ന് പറഞ്ഞാൽ സർഫസ് കണ്ടാമിനേഷൻ, നമ്മുടെ സർഫസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതിൻ്റെയൊക്കെ സർഫസ് കണ്ടാമിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഷ് ഇൻസൊല്യൂബിൾ ഇൻ ആസിഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കേസിൽ, ആഷിങ്ങിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഫാറ്റ് അനാലിസിസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ താങ്ക് യു.